ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആക്ഷൻ ഈസ് ദ ഫൗണ്ടേഷണൽ കീ ഓഫ് ഓൾ സക്സസ്. പാബ്ലോയുടെ കോട്ടാണ്. എന്താ കോട്ടിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സക്സസിലേക്ക് നയിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയാലേ അത് വിജയിക്കുവോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും അതിനേക്കായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക. എല്ലാം വിജയത്തിൽ തന്നെ കലാശിക്കും എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ബെനഫിറ്റ്സ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. എന്താണ് ബെനഫിറ്റ്സ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്? നമ്മൾ ഓൾറെഡി ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഈക്വലി ബെനഫിഷ്യൽ ആണ്. അതായത് അമ്മയ്ക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്, കുഞ്ഞിന് ഒരുപാട് ബെനഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട്. ആദ്യം നമുക്ക് അപ്പോൾ കുഞ്ഞിന് എന്തൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് ബെനഫിറ്റ്സ് കിട്ടുന്നതെന്ന് നോക്കാം. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 മാസം വരെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ വേറെ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. കുഞ്ഞിന് വളർച്ചയ്ക്ക് വേണ്ട കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാ സാധനങ്ങളും ഈ ബ്രസ്റ്റ് മിൽക്കിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ നമ്മൾ വെള്ളം കൊടുക്കണം. അതുപോലെ 4 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം പോരാ, നമ്മൾ എക്സ്ട്രാ കുറുക്ക് കൊടുക്കണം. അതുപോലെ വയമ്പ് കൊടുക്കുന്ന ശീലമുണ്ട്, ഒരമരുന്ന് കൊടുക്കുന്ന ശീലമുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പല പല പ്രാക്ടീസ് ഉണ്ട്. എന്നാൽ പുതിയ സ്റ്റഡീസ് പ്രകാരം വേറെ ഒരു സാധനവും കൾച്ചറൽ ബിലീഫിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നാട്ടു നടപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നും വേറെ ഒരു സാധനങ്ങളും നമ്മൾ കുഞ്ഞിന് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഈ ബ്രസ്റ്റ് മിൽക്ക് മാത്രം മതി കുഞ്ഞിന്റെ എല്ലാ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ആന്റിബോഡീസ് കുഞ്ഞിനെ എന്തിൽ നിന്ന് രക്ഷിക്കും? ഇൻഫെക്ഷൻസ്, അണുബാധ ഉണ്ടാവുന്നതിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന ഈ മിക്ക കുഞ്ഞുങ്ങളിലും ഉണ്ടാവുന്ന ചില അസുഖങ്ങളാണ് വയറിളക്കം, അതുപോലെ വോമിറ്റിംഗ് ഒക്കെ. എന്നാൽ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടികളിൽ ഇത് താരതമ്യേന കുറവാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അത് ഈ ഛർദില്, വയറിളക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുവഴി നമുക്കുണ്ടാകുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണ്? കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ വരുന്നത് ഡയറിയ, വയറിളക്കം മൂലമാണ്. കാര്യം വയറിളക്കം വരുന്നത് അധികം സീരിയസ്നെസ്സിലേക്ക് പോകുന്നതായിട്ട് കാണാം ന്യൂ ബോൺസിലൊക്കെ. അതുകൊണ്ട് ന്യൂ ബോൺസിൽ വയറിളക്കം വന്നാൽ നമ്മൾ മോസ്റ്റ്ലി അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വൊമിറ്റിങ്ങോ ഡയറിയോ ഒക്കെ വരുന്നത് കുറവാകുന്നതോടുകൂടി തന്നെ നമുക്ക് കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഹോസ്പിറ്റൽ വിസിറ്റുകളും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഇമോഷണൽ ബോണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കുഞ്ഞിനുള്ള ബെനിഫിറ്റ്സ്. ഇനി നമുക്ക് അമ്മയിലേക്ക് വരാം. അമ്മയ്ക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് നോക്കാം. അമ്മയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കഴിച്ച് നമുക്ക് വണ്ണത്തിനെ പറ്റി അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? കാര്യം നമുക്ക് ഓൾറെഡി ഒരു വയറുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അത്രയും കൺസേൺഡ് ആവില്ല. അപ്പൊ അങ്ങനെ കഴിച്ച് നമ്മൾ നന്നായിട്ട് വണ്ണം വെച്ചൊക്കെ ഇരിക്കുമായിരിക്കും ഡെലിവറി ഒക്കെ എടുക്കുമ്പോൾ. എന്നാൽ നമ്മൾ ഈ ഡെലിവറിക്കൊക്കെ ശേഷം നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുവാണ് കുഞ്ഞിനെങ്കിൽ നമുക്ക് ആ വണ്ണമൊക്കെ കുറയുന്നതായിട്ട് കാണപ്പെടാം. അതുപോലെ അമിതവണ്ണം, ഒബിസിറ്റി ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതായിട്ടും കാണപ്പെടാം നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദേഴ്സിൽ. ഇമോഷണൽ ബോണ്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി അമ്മമാർക്ക് കുഞ്ഞിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻസറുകളില്ലേ, ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ മുതലായ ക്യാൻസറുകളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടും ഈ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞ ഏർലി സ്റ്റേജിലൊക്കെ യൂട്രസിന്റെ ചുരുങ്ങുന്ന ഇൻവല്യൂഷൻ എന്ന് പറയാം, ആ ചുരുങ്ങുന്ന പ്രോസസ്സിനെയും ഒരുപാട് സഹായിക്കുന്നത് നമ്മുടെ ഈ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. 6 മന്ത്സ് വരെ എക്സ്ക്ലൂസീവ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് മാത്രം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.